ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കത് വളരെയേറെ വിലപ്പെട്ടതാണ്. ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. ഓരോ വീഡിയോയ്ക്കും ആ വീഡിയോയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമുക്കറിയാം, നമ്മുടെ യുവതലമുറയുടെ ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ്, ഏത് രീതിയിലേക്കാണ് അവർ ജീവിക്കുന്നത്. എത്ര തൃണവൽക്കരിച്ചുകൊണ്ടാണ് മാതാപിതാക്കളെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരെ പുറന്തള്ളിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പലതിനെയും മുന്നിൽ കണ്ടുകൊണ്ട് പല രീതിയിലേക്കുള്ള ജീവിതത്തെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്, അല്ലെ പെൺകുട്ടികളാണ് ധാരാളമായിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയ ഒരു പെൺകുട്ടിയാണ് പാർവതി എന്ന് പറഞ്ഞ പെൺകുട്ടി. പാർവതി ഇരങ്ങാലക്കുടിക്കാരിയാണ്. ഉത്തമൻ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനായ ഒരു ആളുടെയും ഒരു കമ്പനി ജീവനക്കാരൻ്റെയും ലീല എന്ന് പറഞ്ഞ ഒരു അമ്മയുടെയും ഒരേ ഒരു മകളാണ് ഈ പാർവതി എന്ന് പറഞ്ഞ പെൺകുട്ടി. പാർവതി പഠിക്കുകയാണ്. പിന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആലുവയിലെത്തിയിട്ടാണ് പഠിച്ചത്. ആലുവ കോളേജിലാണ് പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ പാർവതിക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ഉത്തമൻ എന്ന് പറഞ്ഞ അച്ഛന് പാർവതി ഭയങ്കര എന്താ പറയുക, ഒരേ ഒരു മോളാണല്ലേ. അപ്പോൾ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിൽ ഉത്തമനൊന്ന് ചാടി നോക്കും അതിനെ ഒന്ന് മോൾക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാനായിട്ട്. അമ്മയാണെങ്കിലും പെൺകുച്ചിനെ താഴെ നിർത്താതെ തലയിലും താഴെ നിർത്താതെ ആ രീതിയിലേക്കുള്ള അത്രമാത്രം സ്നേഹത്തോടു കൂടി അത്രമാത്രം വാത്സല്യം കൊടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത്. നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. കാരണം ധാരണയല്ല, ഈ നമ്മുടെ മക്കളുടെയൊക്കെ മിക്കവാറുമുള്ള ആളുകളുടെയൊക്കെ എത്രമാത്രം സ്നേഹം മാതാപിതാക്കളും കുടുംബത്തിൽ നിന്ന് അവർക്കിങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും മറ്റൊരു തരത്തിലുള്ള ഒരു പ്രണയം വന്നു കഴിഞ്ഞാൽ, ഒരു കാമുകനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഈ മിക്കവാറുമുള്ളവരുടെയൊക്കെ മനസ്സങ്ങ് മാറിയിട്ട് പിന്നെ ഒരു നിർമ്മലമായ സ്നേഹത്തിലാണ് താൻ അകപ്പെട്ടു പോയിരിക്കുന്നത്. തൻ്റെ ലോകം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കാമുകനാണ്. മറ്റെല്ലാത്തിനെയും നമ്മൾ ആ സമയം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും, ഇല്ലേ? അത് നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികളൊരു പ്രത്യേകതയാണ്. കാമുകൻ്റെ ജാതി, മത, വർഗ്ഗ, വർണ്ണം ഒന്നും അവർക്ക് പ്രശ്നമല്ല. അതൊന്നും ആർക്കും പ്രശ്നമല്ല. തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിന് ചില അതിരുകളില്ല. സീമാതീതമാണ് സ്നേഹം. സീമകളെന്ന് പറഞ്ഞാൽ അതിരാണ്, അതിരില്ലാത്തതാണ് സ്നേഹം. അതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ഈ 10-18 വയസ്സ് വരെ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ അത്രമാത്രം ലാളിച്ച് ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു സംഗതിയും ഇല്ലാതെ എടുത്തു ചാടി നമ്മളെ വീട്ടുകാരെ അത്രമാത്രം വിഷമിപ്പിച്ചിട്ട് നമ്മളുടെ അവിടെ ഉണ്ടായിരുന്ന സകലതും മോഷ്ടിച്ച് നമ്മുടെ കാമുകന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് വേദന നൽകുന്ന സംഗതിയാണ്, അല്ലേ? അപ്പോൾ ഈ പെൺകുട്ടി പാർവതി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു സ്നേഹബന്ധത്തിൽ അകപ്പെട്ടിരുന്നു. അത് ഒരു ബംഗാളിയായിട്ടുള്ള, തുറന്ന് പറയുകയാണ്, ബംഗാളിയുമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു. അയാളുടെ പേര് ഹാഷിം ഇബ്രാഹിം എന്നാണ്. അപ്പോൾ ഹാഷിമുമായിട്ടുള്ള ഈ സ്നേഹത്തിൽ, ഹാഷിം നല്ല മിടുക്കനാണ്, കാണാൻ ഭയങ്കര സുന്ദരനാണ്. അധികം പ്രായമൊന്നുമില്ല, 10-22 വയസ്സേ ഉള്ളൂ ഹാഷിമിന്. ഹാഷിമിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഹാഷിം നാട്ടിൽ നിന്ന് പോകും, നാട്ടിലേക്ക് പോകും, പിന്നെ 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. വലിയ പത്രാസിലാണ്, നല്ല ഫോണും സംഗതികളൊക്കെ ഉണ്ട്. ഹാഷിമിൻ്റെ ബിസിനസ് എന്താണ് ഏതാണ് എന്നുള്ള കാര്യമൊന്നും ഇവിടെ പ്രസക്തിയില്ല. ആ പെൺകുട്ടിക്ക് അതറിയാനായിട്ട്, കാര്യം ശരിയായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ പോലും അറിയില്ല. ഹാഷിമിന് നന്നായിട്ട് മലയാളമൊന്നും അറിയില്ല, മുഖ്യം മൊഴിയൊക്കെ പറയും. അതുപോലെ തന്നെ ഹാഷിമിനോട് ബംഗാളിയിൽ പറയുവാനായിട്ട് നമ്മുടെ പാർവതിക്കും അറിയില്ല. എന്തു തന്നെയാണെങ്കിലും അവരങ്ങനെ ഈ പുറത്ത് വെച്ച് കണ്ട് അങ്ങനെ അനുരാഗ വിവശരായി വളരെയേറെ, അതായത് 6 മാസം പോലും ഒരു 4-5 മാസത്തെ ബന്ധമുള്ളൂ. അപ്പോൾ അതിനകം തന്നെ ഇവർ തീരുമാനത്തിൽ എത്തിച്ചേർന്നു. എങ്ങനെയാണ് തീരുമാനത്തിൽ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ഒന്ന് ഒളിച്ചോടി പോവുക. എവിടേക്കാണ് ഒളിച്ചോടി പോകുന്നത്? ഹാഷിമിൻ്റെ നാട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ സ്വർഗ്ഗമാണ്. ഹാഷിം പറഞ്ഞു, എനിക്കവിടെ അതുണ്ട്, എൻ്റെ ബാപ്പ വലിയ കമ്പനിയാണ്, ഒത്തിരി ഇതുണ്ട്, ഞാനിവിടെ നാട് കാണാൻ വരുന്നതാണ്. ഇടയ്ക്ക് 2 മാസത്തിലൊരിക്കലാണ് ഈ ഹാഷിം ഇബ്രാഹിം ബംഗാളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പാവപ്പെട്ട പാർവതി വിശ്വസിച്ചു. എല്ലാത്തിനേക്കാൾ കൂടുതലായിട്ട് മകളുടെ ഇടുപ്പിലും നടപ്പിലും ഭാവത്തിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റം വന്നപ്പോൾ അമ്മ അത് നോട്ട് ചെയ്തു. അമ്മ പറയും, മോളെ നിനക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താണ് നീ വലിയ മണ്ടത്തരത്തിൽ നിന്ന് ചാടിയോ? അപ്പോൾ അമ്മ പറയേ, ഒന്നുമില്ല അമ്മ, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അമ്മേനെയും അച്ഛനെയൊക്കെ വിശ്വസിപ്പിച്ചിരുന്ന ആ അമ്മയുടെയും അച്ഛൻ്റെയും ഒരേ ഒരു മകളായിട്ടുള്ള പൊന്നുമോളായിട്ടുള്ള ഇരിങ്ങാലക്കുടക്കാരിയായ പാർവതി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു സമയം വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും ആഭരണങ്ങൾ, അമ്മയുടെ ആഭരണങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിരുന്നത് സ്വന്തം ആഭരണങ്ങൾ, അച്ഛൻ്റെ ഒരു പഴയ മാല,
അല്പം സ്വർണം അതെല്ലാം എടുത്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ എവിടേക്ക് പോവുകയാണ്, ഒളിച്ചോടി പോവുകയാണ്. തൻ്റെ ഹാഷിം എന്ന് പറയുന്നത് തൻ്റെ പ്രിയതമൻ്റെ കൂടെ ആകെപ്പാടെ 4 മാസം 5 മാസം മാത്രമേ പരിചയമുണ്ടായിട്ടുള്ളൂ. പക്ഷേ അയാളുടെ ഒപ്പം ഒളിച്ചോടി പോവുകയാണ്. എവിടേക്ക്? ബംഗാളിലേക്ക്. കാരണം പാർവതി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഉള്ളിൽ നിറയെ അങ്ങനെ മോഹങ്ങളാണ് തൻ്റെ കാമുകനോടൊപ്പം. കാമുകൻ സുന്ദരനാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ അറിയാമല്ലോ. ചില ബംഗാളികളെ ഉള്ളൂ കാണാൻ കൊള്ളാത്ത, ചിലവന്മാർ നല്ല ഭംഗിയുള്ളവന്മാരുണ്ട്. അങ്ങനെ തൻ്റെ പ്രിയതമനുമായിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ എവിടേക്ക്? ബംഗാളിലേക്ക്. കൽക്കത്തയ്ക്കല്ല അവരാദ്യം പോയത്. അവരാദ്യം ഡാർജിലിങ്ങിലേക്കാണ് പോയത്. ഡാർജിലിങ്ങിലേക്ക് പോയിട്ട് 3-4 ദിവസം 4-5 ദിവസമൊക്കെ അവിടെ പോയി അടിച്ചു പൊളിച്ച് മധുരമൊക്കെ ആഘോഷിച്ചതിന് ശേഷമാണ് പിന്നെ ഹാഷിം മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളുടെ ഈ പാർവതിയെ കൊണ്ടുവന്നത്. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ പാർവതിയുടെ അവസ്ഥ, ഞാൻ ബംഗാളിലേക്ക് പോയിരുന്നു. ഞാൻ ബംഗാളിൽ പോയപ്പോഴേക്കും എന്നെ പോലെ എൻ്റെ സ്നേഹിതനൊപ്പം ഞാൻ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ പോയതാണ്. അപ്പോൾ ഈ ഹൗറ പോവുക എന്നുള്ളതൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഹൗറ ബ്രിഡ്ജ് കാണാനും ഹൗറയിലേക്കൊക്കെ പോയപ്പോഴേക്കും അവിടെ അടുത്തുള്ള കടയിൽ കയറിയപ്പോഴേക്കും അവിടെ നിന്ന് സന്ദർഭവശാൽ സംസാരമധ്യേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവിടെ ഒരു ഹൗറ ബ്രിഡ്ജിൻ്റെ ഈ ഹൗറ ബ്രിഡ്ജ് നമുക്കറിയാം വളരെ പ്രശസ്തമാണ്, കൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജ്. ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ താഴെയാണ് ലോകത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൂക്കളുടെ മാർക്കറ്റ്. അവിടെ ലക്ഷോപലക്ഷം ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക, ലക്ഷക്കണക്കിന് പൂക്കളാണ്. ധാരാളം വിഭിന്ന തരത്തിലുള്ള പൂക്കളുടെ വലിയ ശേഖരമാണ് ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ താഴെ. നമ്മളപ്പോൾ ഓർക്കും ആ പൂക്കളുടെ ഈ കമനീയമായ കലവറ എന്നൊക്കെ പറയുന്നത് അത്രമാത്രം മനോഹരമായ സ്ഥലമൊന്നുമല്ല. പൂക്കളുടെ ഗന്ധമുണ്ടെങ്കിലും അതിനപ്പുറത്ത് വൃത്തികേടുകളും പല സംഗതികളൊക്കെയാണ്. അങ്ങോട്ട് തിങ്ങി ഞെരിഞ്ഞ ഒരു വലിയ ഗലിയാണ്. പല പല ഗലികളിലാണ് ഈ പൂക്കൾ വിളിക്കുന്നത്. അവിടെ പൂക്കൾ എന്ന് പറയാമെങ്കിലും പൂക്കളുടെയൊക്കെ എങ്ങനെ ആ ഭയങ്കരമായ ആ ഒത്തിരി അതിബാഹുല്യം നമ്മളെ ശ്വാസം മുട്ടിക്കാറുണ്ട്. അപ്പോഴാണ് നമുക്കൊന്ന് ദൈവമേ ഇവിടെ നിന്ന് പുറത്ത് കിടന്നാൽ മതി എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അങ്ങനെ അവിടെ ഞാനൊരു കടയിൽ കയറിയപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ. അവിടെ വെച്ച് എന്നൊരു ബംഗാളി പറഞ്ഞു, ഞാൻ മലയാളീകരിച്ച് അവൻ പറഞ്ഞു ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ അങ്ങേയറ്റത്തെ കോർണറിൽ ഒരു മലയാളി പെണ്ണിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അവളുമായിട്ട് അവളെ ഒന്ന് കാണാം. വെറും ചീപ്പ്. 10 മിനിറ്റിന് 50 രൂപയുള്ളതെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താണ് നീ പറയുന്നത്, എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത്രയേ ഉള്ളൂ, 10 മിനിറ്റിന് പിന്നെ 50 രൂപയേ ഉള്ളൂ. മലയാളിയാണ്. കാണാനൊക്കെ നല്ല ഹുബ്സൂരത്തായിരുന്നു വന്നപ്പോഴേക്കും. ചെറിയ പെണ്ണാണ്, 10-20 വയസ്സേ ഉള്ളൂ. ഇപ്പം അതൊക്കെ പോയി. കാരണം ഇങ്ങനെ ആൾക്കാരിങ്ങനെ കയറി ഇറങ്ങുകയാണ്. ആ രീതി എനിക്ക് എന്താണ് അവൻ പറയുന്നതെന്ന് മനസ്സിലായില്ല. സോണാഗാച്ചി എന്നൊക്കെ പറഞ്ഞാൽ കൽക്കത്തയിലെ വലിയ പ്രശസ്തമായിട്ടുള്ള റെസ്ട്രീറ്റ് പോലത്തെ സ്ഥലമാണ്. ഇതങ്ങനെയൊന്നുമല്ല പറയുന്നത്. കൽക്കത്തയിലെ ഹൗറ ബീച്ച് പിന്നെ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള വലിയ പൂ മാർക്കറ്റിൻ്റെ അങ്ങേയറ്റത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു കോർണറുണ്ട്. ആ കോർണറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിനക്കത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാലും ഒന്ന് ചെന്ന് നോക്കൂ. അവിടെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളെ 10 മിനിറ്റത്തേക്ക് 50 രൂപയ്ക്ക് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എനിക്ക് അയാൾ പറഞ്ഞതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഞാൻ ആ ഹൗറ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇടതുവശത്തൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ വലിയ മാർക്കറ്റാണ്. അങ്ങനെ നമുക്ക് നടന്ന് ഞാൻ എൻ്റെ എൻഡിലേക്ക് ചെല്ലണമെന്നുണ്ട്. എൻഡിലേക്ക് ചെല്ലുമ്പോൾ സമുദ്രത്തിലേക്ക്, അതായത് നദിയിലേക്ക് ഇറങ്ങുന്നൊരു വഴിയുണ്ട്. ആ വഴിയുടെ അവിടെ പൂക്കളുടെ വേസ്റ്റ് കൊണ്ട് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ഇടനാഴിയുണ്ട്. അവിടെ ചെറിയൊരു ഗലിയുണ്ട്. ആ ഗലിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ തപ്പി അപ്പോഴാണ് ഏകദേശം ഞാനൊരു 3 മണിക്കൂറോളം എടുത്തു ഈ ഗലിയിൽ കൂടി കയറി ഇറങ്ങി ഞാൻ അങ്ങേയറ്റത്തുള്ള ഹൗറ നദിയിലേക്ക് ഇറങ്ങിയെടുത്ത് ഈ റോസാപ്പൂക്കളുടെ ധാരാളം റോസാ ദലങ്ങളും ചെമ്പരത്തി പൂക്കളും ജമന്തിയും ചെത്തി ധാരാളം പൂക്കളെന്ന് പറഞ്ഞാൽ പൂക്കളുടെ ഒരു വലിയൊരു ഇത്. അവിടെ കുറേ അങ്ങ് ചെല്ലുമ്പോൾ പൂക്കൾ ചീഞ്ഞളിഞ്ഞ് ധാരാളം പൂക്കൾ കൊണ്ടിടുന്ന നദിയുടെ തീരത്തുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഗലിയുണ്ട്. ആ ഗലിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴേക്ക് അവിടെ ചെറിയൊരു ഇടുങ്ങിയൊരു മുറി പോലെയുണ്ട്. അവിടെ ഈ പൂ മാർക്കറ്റിൽ വരുന്നവരും അവിടെ ജോലി ചെയ്ത് തളർന്നവരും അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ ദാഹിക്കുമ്പോൾ നമ്മളൊരു സർബത്ത് കുടിക്കുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്നത് പോലെ അങ്ങനെ ചെറിയ എടുത്ത് ഒരു മുറിയിലൊരു ഏകദേശം പൂർണ്ണനഗ്നയല്ല, അല്പം വസ്ത്രധാരണിയായ പൂക്കളാണ് അവിടെയൊക്കെ മൊത്തം. ഒരു പെൺകുട്ടി അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുക, അതിൻ്റെ അടുത്ത് തന്നെ എന്നാന്ന് വെച്ചാൽ ഒരു വലിയ കമ്പി, വലിയ പൂക്കളൊക്കെ ചാക്കൊക്കെ കൂത്തുന്ന ഒരു വലിയ കമ്പിയുണ്ട്. അവിടെ ഒരു വിളക്കും വെച്ചിട്ടുണ്ട്. ഒരു വിളക്ക് അവിടെ കത്തിയിരിക്കുന്ന ടൈപ്പിലൊരു വിളക്കുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഒച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ഒരു നിസ്സഹകരണമോ വന്നു കഴിഞ്ഞാൽ കമ്പി പഴിപ്പിച്ചിട്ട് ആ നിൽക്കുന്ന പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വെക്കുവാനായിട്ടാണ് അതവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് അവർക്കറിയാം.
അപ്പോൾ അത് ജലിപ്പിച്ചിട്ട് ദേഹത്തേക്ക് വെക്കും. അപ്പോൾ മിണ്ടാതെ ഇരുന്നോളും. 50 രൂപ അവിടെയുണ്ട്, അവിടെ കൊടുക്കണം. അവിടെ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരാളുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രീതി വളരെയേറെ വൃത്തികെട്ട രീതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഈ കഥകളിൽ പോലും നമ്മൾ കേട്ടിട്ടുള്ള രീതിയിലല്ലാത്ത രീതിയിലുള്ള, നമുക്കത് പറയാൻ തന്നെ ചില പ്രയാസങ്ങളുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരിയായ പാർവതീനെ ഹാഷിം ഇബ്രാഹിം എന്ന് പറഞ്ഞ അവൻ്റെ പ്രിയപ്പെട്ട കാമുകൻ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെറും 10 മിനിറ്റിന് 50 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി ആ ഒരു എല്ലും തോലുമായിട്ടുള്ള രീതിയിൽ വളരെ ഊർജ്ജസ്വലയുന്ന, വളരെ മനോഹരിയായിട്ടുള്ള, വളരെ ഏറെ ആ രീതിയിലേക്കുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് ഈ ഒരു ഇത് പുറം ലോകത്തേക്ക് പറഞ്ഞാൽ എത്രമാത്രം അതിന് പ്രസക്തി ഉണ്ടാകും, എത്ര ആളുകൾ ഇത് വിശ്വസിക്കുമെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. കാരണം ഈ ഉത്തമൻ്റെയും ഈ ലീല എന്ന് പറഞ്ഞ ആ അമ്മയുടെയും മാനസികാവസ്ഥ എനിക്കറിയില്ല. അവർ ഏത് രീതിയിലേക്കായിരുന്നു ആ മകളെ വളർത്തിക്കൊണ്ട് വന്ന് അവരെ അത്രമാത്രം അധപതനത്തിലേക്ക്, അത്രയും വലിയ കടക്കെണിയിലേക്ക്, അത്രയും വലിയ പ്രശ്നത്തിലേക്ക് അവരെ തള്ളിയിട്ടിട്ടാണ് ഈ മകൾ ഈ ഹാഷിം ഇബ്രാഹിമിൻ്റെ കൂടെ പശ്ചിമ ബംഗാളിലേക്ക് ഒളിച്ചോടിപ്പോയത്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ഇത് കേട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടുത്ത ബാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം തീർച്ചയായിട്ടും കേരള സമൂഹത്തിലുള്ള പലരും ഇത് അറിയേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലുള്ള പല കുട്ടികളും ഇത് കണ്ട് ഒരു പാഠമാക്കേണ്ടതായിട്ടുണ്ട്, അനുഭവമാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ സ്നേഹത്തിൻ്റെയും ഇത്തരത്തിലുള്ള നൈമിഷിക പ്രണയത്തിൻ്റെയും പിന്നാലെ പോകുന്നവർ ഇതിനേക്കാൾ വളരെ കൊടും ക്രൂരത അനുഭവിക്കുന്നവരൊക്കെയുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 10 മിനിറ്റത്തേക്ക് 50 രൂപയ്ക്ക് ഒരു പെൺകുട്ടിയെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. പെൺകുട്ടി നിസ്സഹകരണം കാണിച്ചാൽ വലിയ കമ്പി വെച്ചിട്ടുണ്ട്, കമ്പിയല്ല, ചാക്ക് തിന്നുന്ന വലിയ സൂചിയുണ്ട്, അത് പഴുപ്പിച്ച് ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് വെക്കുകയാണ് അവർ പറയുന്നത് അതുപോലെ ചെയ്തു കൊടുക്കുവാനായിട്ട്. വെറും 50 രൂപയ്ക്ക്. അത് ബന്ധനസ്ഥമായ രീതിയിൽ പൂക്കളുടെ ഇടയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ പതിപ്പിക്കുകയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുകയുള്ളൂ. തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രം നിങ്ങൾ പതിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.